സ്പെഷ്യൽ എഡിഷൻ തുടരുന്നു. കേന്ദ്ര സർക്കാരിനെതിരെ CPIM ശക്തമായ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി ഫെബ്രുവരി 24-ന് അഖിലേന്ത്യാ ജാഥ സംഘടിപ്പിക്കുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് പറഞ്ഞു. PB അംഗം S രാമചന്ദ്രൻ പിള്ള ജാഥ നയിക്കും. കന്യാകുമാരിയിൽ പ്രകാശ് കാരാട്ടാണ് ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത്. VS അച്യുതാനന്ദൻ CPM-ന്റെ കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കാത്തത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ മാധ്യമപ്രവർത്തകരുമായി പങ്കുവയ്ക്കാൻ താൽപര്യമില്ല. പാർട്ടിയുടെ എല്ലാ നേതാക്കളും അഖിലേന്ത്യാ ജാഥയ്ക്കൊപ്പമുണ്ടാകുമെന്നും പിണറായി പറഞ്ഞു. നിശ്ചയിച്ചത് എല്ലാ പാർട്ടി നേതാക്കളും ഈ ജാഥ കേരളത്തിൽ കളിക്കാവള തൊട്ട് പാലക്കാട് വരെ ആണല്ലോ ഉണ്ടാകുക. അപ്പോൾ ഞങ്ങൾ ഉണ്ടാകണം തന്നെയാണ് കണ്ടിട്ടുള്ളത്. പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാത്തതിന്റെ കാരണങ്ങൾ അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ടെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. CPM സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ ജാഥയിൽ പങ്കെടുക്കുമെന്നും VS തിരുവനന്തപുരത്ത് പറഞ്ഞു. മലബാർ സിമന്റ്സ് ജീവനക്കാരനായ സതീന്ദ്രകുമാറിന്റെ മരണം കൊലപാതകമാണെന്ന് ആക്ഷൻ കൗൺസിൽ. മരണത്തിലെ ദുരൂഹത കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിനുള്ള നീക്കത്തിലാണ് ആക്ഷൻ കൗൺസിൽ. സതീന്ദ്രന്റെ മരണം ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ശശീന്ദ്രൻ ആക്ഷൻ കൗൺസിൽ പ്രവർത്തകർ ആരോപിച്ചു. മലബാർ സിമന്റ്സിലെ അഴിമതിയെക്കുറിച്ച് സംസാരിക്കുന്നവരെയെല്ലാം ഉന്മൂലനം ചെയ്യുന്ന നടപടിയാണ് വ്യവസായിയായ രാധാകൃഷ്ണനും സംഘവും തുടരുന്നത്. സതീന്ദ്രകുമാർ വളരെ ഫൈറ്റ് ചെയ്താണ് ജോലി നഷ്ടപ്പെട്ടത് തിരിച്ചു വാങ്ങുന്നത്. അപ്പോൾ ജോലിയിൽ തുടർന്ന് ജോലി ചെയ്യാൻ അനുവദിക്കില്ല, നീ ഇവിടുത്തെ ശമ്പളം സ്ഥിരം വാങ്ങില്ല എന്നൊക്കെ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നു. കുടുംബത്തോടു കൂടി ഇവിടുന്ന് എവിടെയെങ്കിലും പോയി ജീവിച്ചോ, ഈ നാട്ടിൽ നീ വേണ്ട, ഞങ്ങൾക്കെതിരെ നീ പ്രവർത്തിക്കരുത് എന്നൊക്കെ രാധാകൃഷ്ണൻ തന്നെ സതീന്ദ്രകുമാറിനോട് നേരിട്ട് സംസാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി സതീന്ദ്രകുമാറിൻ്റെ സുഹൃത്തിനോട് സതീന്ദ്രകുമാർ സംസാരിച്ചിട്ടുണ്ട്. കേരളത്തിൽ നടന്ന കൊലപാതക ഗൂഢാലോചന നടപ്പാക്കിയത് തമിഴ്നാട്ടിൽ വച്ചാണ്. അന്വേഷണം വഴിതെറ്റിക്കാനാണിതെന്നും ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ജോയ് പറഞ്ഞു. 2 സംസ്ഥാനങ്ങളിലുള്ള വിഷയമായതിനാൽ അന്വേഷണം CBIക്ക് വിടണമെന്ന് കൗൺസിൽ ആവശ്യപ്പെട്ടു. സതീന്ദ്രന്റെ കുടുംബത്തിന് വേണ്ട എല്ലാ നിയമസഹായവും ആക്ഷൻ കൗൺസിൽ വാഗ്ദാനം ചെയ്തു. മീഡിയ 1 പാലക്കാട്. മലബാർ സിമന്റ്സിലെ അഴിമതിയെക്കുറിച്ചുള്ള അന്വേഷണം CBIക്ക് വിടണമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. മലബാർ സിമന്റ്സ് MDയുടെ പേഴ്സണൽ സെക്രട്ടറി സൂര്യനാരായണന്റെ സഹോദരൻ സതീന്ദ്രകുമാറിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട്. അതുകൊണ്ട് സതീന്ദ്രകുമാറിന്റെ മരണം സംബന്ധിച്ച് ഉന്നതതല അന്വേഷണം നടത്താൻ തമിഴ്നാട് മുഖ്യമന്ത്രിയോട് കേരളം ആവശ്യപ്പെടണമെന്ന് VS തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തുണീഷ്യയുടെ പുതിയ പ്രധാനമന്ത്രിയായി മത്സരിക്കാൻ ആഭ്യന്തരമന്ത്രി അലി ലാരായത്തിനെ പ്രസിഡന്റ് മുൻസിഫ് മർസൂഖി നിർദ്ദേശിച്ചു. നേരത്തെ മുഖ്യ പാർട്ടിയായ അന്നഹ്ദ നേതാവ് റാഷിദ് ഖനൂഷി ഇദ്ദേഹത്തിന്റെ പേര് നാമനിർദ്ദേശം ചെയ്തിരുന്നു. 1980 മുതൽ 1992 വരെ അന്നഹ്ദ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്നു അലി ലാരായത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു പ്രധാനമന്ത്രി ഹമദി ജിബാലി രാജിവെച്ചത്. ഇനി സ്പോർട്സ് വാർത്തകളാണ്. സ്പോർട്സ് ഡെസ്കിൽ നിന്നും ഹുസ്ന റമീസ് ചേരുന്നു. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ജമ്മു കാശ്മീരിനെതിരെ കേരളത്തിന് ജയം. ചെന്നൈ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയൻ നായകൻ മൈക്കൽ ക്ലാർക്കിന് സെഞ്ചുറി. സ്പോർട്സ് വാർത്തകളിലേക്ക്. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ജമ്മു കാശ്മീരിനെതിരെ കേരളം ജയിച്ചു. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ജമ്മു കാശ്മീരിനെ തോൽപ്പിച്ചത്. സ്ട്രൈക്കർ R കണ്ണനാണ് കേരളത്തിനു വേണ്ടി 2 ഗോളുകളും നേടിയത്. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. കൊല്ലത്ത് നടന്ന മറ്റൊരു മത്സരത്തിൽ മഹാരാഷ്ട്ര ജാർഖണ്ഡിനെ തോൽപ്പിച്ചു. 1-നെതിരെ 4 ഗോളുകൾക്കാണ് മഹാരാഷ്ട്രയുടെ ജയം. ചെന്നൈ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയൻ നായകൻ മൈക്കൽ ക്ലാർക്കിന് സെഞ്ചുറി. ക്ലർക്കിന്റെ 23ാം സെഞ്ചുറിയാണിത്. 1-ാം ദിവസം ബാറ്റിംഗ് അവസാനിക്കുമ്പോൾ ഓസീസ് 7 വിക്കറ്റ് നഷ്ടത്തിൽ 316 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യക്ക് വേണ്ടി R അശ്വിൻ 6 വിക്കറ്റ് വീഴ്ത്തി. അശ്വിന്റെ ബൌളിംഗിന് മുന്നിൽ പതറിയ ഓസീസിനെ രക്ഷിച്ചത് ക്ലർക്കിന്റെ സെഞ്ചുറിയാണ്. തുടക്കത്തിൽ തകർച്ച നേരിട്ട ഓസ്ട്രേലിയയെ ക്യാപ്റ്റൻ മൈക്കൽ ക്ലാർക്കും ഹെൻറി ക്യൂസും ചേർന്നാണ് കരകയറ്റിയത്. 103 റൺസോടെ ക്ലാർക്കും 1 റണ്ണോടെ പീറ്റർ ഡിസിലുമാണ് ക്രീസിൽ. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളുമായി രാജീവും ഗോപികൃഷ്ണനും ചേരും. പരസ്പരമുള്ള നോട്ടങ്ങളിലും സ്പർശങ്ങളിലും
പുഞ്ചിരികളിലും സംഗീതമുണ്ടായിരുന്നൊരു കാലം. പാവപ്പെട്ടവന് ഈ ലോകത്ത് ഒരു സുരക്ഷിതത്വമില്ല. സംശയത്തിന്റെ അധികാര നോട്ടങ്ങൾ ഏത് നിമിഷവും അവനെ ഒരു ക്രിമിനൽ എന്ന് മുദ്രകുത്തും. തിളങ്ങും മിന്നാമീനുങ്ങിന്റെ കൂട്ടമിനോളം പിന്നിലിരുന്ന് വികൃതി കളിക്കും താരങ്ങൾ. മണ്ണിതിമീലെ ദീപാലങ്കൃതമായൊരു മംഗലപന്ത് തമ്മിൽ പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തത്തമ്മ ചുണ്ടിനുള്ളിൽ മൊഞ്ചിൽ മാല മുല്ല മുത്തണി മാല്യം കോർത്തോളേ അത്തറിൻ മണം വീശും കാറ്റിനാലങ്കാര. എനിക്ക് പറയാനുള്ളത് ഇതിന്റെ ഒറിജിനൽ മോൻ കേൾക്കേണ്ടിയിരുന്നു ഒന്നാമത്തെ കാര്യം. എല്ലാം തികഞ്ഞൊരവീറല്ലോ ഹല്ലാക്കുടയോന്റെ ഹബീബല്ലോ. ഇത് പക്ഷെ എനിക്ക് ആ പാടിയപ്പം ഈ ഇതിലല്ല കേട്ടോ എൻ്റെ ചെയ്തത്. അത് മിസ്റ്റർ ലൈറ്റ് പ്രസൻസ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് 14ാം രാവ്. ബ്രോട്ട് യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ ചെയിനുകളുടെ ഉത്സവം. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. പ്രസന്റഡ് ബൈ മിസ്റ്റർ ലൈറ്റ്. Mr. Light presents Mars Rover. In association with കമ്മീഷൻ ഏജന്റ് ഇല്ലാതെ യഥാർത്ഥ പണിക്കൂലി. ടോപ്കോ സംസം, ബാങ്ക് റോഡ്, കണ്ണൂർ. വികസനത്തിന്റെ വലിയ പ്രചാരണങ്ങൾക്കിടയിൽ ഗുജറാത്തിലെ നീതി നിഷേധം മറയ്ക്കപ്പെടുമോ? മുൻ DGP RB ശ്രീകുമാർ സംസാരിക്കുന്നു. ആദ്യം ഈ രാഘവന്റെ ആളുകള് മോദിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഡിഫൻസ് ലോയേഴ്സിന്റെ വിങ് ആയിട്ട് പ്രവർത്തിക്കുകയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഗുജറാത്ത് പോലീസിലെ അന്തസ്സുള്ള പോലീസ് ഓഫീസർ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവരാണ് എൻ്റെ കൂടെ ഈ വിവരമെല്ലാം തരുന്നത്. രാഘവൻ സാറ് അവരുടെ കൂടെയാണ്. നാളെ രാത്രി 10 മണിക്ക്. സ്പെഷ്യൽ എഡിഷൻ തുടരുകയാണ്. ഇനി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭീകരാക്രമണത്തെക്കുറിച്ച് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ലെന്ന സുശീൽ കുമാർ ഷിൻഡെയുടെ പ്രസ്താവനയ്ക്ക് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തിരുത്ത്. ഹൈദരാബാദിൽ ആക്രമണമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഇന്നലെ രാവിലെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് ആഭ്യന്തര മന്ത്രാലയം. പാർലമെന്റിൽ UPA ഘടകകക്ഷികളും ഷിൻഡെയെ വിമർശിച്ചു. UDF-ലെ എല്ലാ ഘടകകക്ഷികളുടെ മുന്നിലും വാതിൽ കൊട്ടിയടക്കില്ലെന്ന് പിണറായി വിജയൻ. VS അച്യുതാനന്ദൻ പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുക്കാത്തത് പാർട്ടിയുടെ കാര്യമാണെന്നും പിണറായി. പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കാത്തതിന്റെ കാരണം അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ടെന്ന് VS. PJ കുര്യനെതിരെ സൂര്യനെല്ലി പെൺകുട്ടി പോലീസിൽ പരാതി നൽകി. കുര്യനെതിരെ കേസെടുക്കില്ലെന്ന് കോട്ടയം SP. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. പൃഥ്വിരാജ് മികച്ച നടൻ, റിമ കല്ലിങ്കൽ നടി, ലാൽ ജോസ് മികച്ച സംവിധായകൻ, മികച്ച ചിത്രമടക്കം സെല്ലുലോയിഡിന് 7 പുരസ്കാരം. സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് ജയം. എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ജമ്മു കാശ്മീരിനെയാണ് തോൽപ്പിച്ചത്. ഇന്ത്യക്കെതിരായ ചെന്നൈ ടെസ്റ്റിൽ ഓസ്ട്രേലിയ ഭേദപ്പെട്ട നിലയിൽ. ക്യാപ്റ്റൻ മൈക്കൽ ക്ലാർക്കിന് സെഞ്ചുറി. ഇന്നത്തെ സ്പെഷ്യൽ എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. ഗുഡ് ബൈ.